കിഴക്ക് പടിഞ്ഞാറ് തിരി. തെക്കോട്ട് ഒന്നുകൂടി ഇടേണ്ടി വരും കത്തിക്കാൻ. വിളക്ക് മാത്രമല്ല, നിന്റെ കെട്ടിയോനെ. എവിടെയടി അവൻ? ഇവിടെ ഇല്ല, വരാറില്ല. ലക്ഷണം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. സസ്പെൻഷനിലാണ്, കുടുംബം പട്ടിണിയിലാണ് എന്നൊക്കെ പറഞ്ഞ് രൂപ 10 ലക്ഷം വാങ്ങിയിട്ട് 10 മാസം കഴിഞ്ഞു. മുതലുമില്ല, പലിശയുമില്ല. ഔദാര്യത്തിന് കാശും തന്ന് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ നിന്റെ ഈ വയറ്റി കിടക്കുന്നത് എന്റെ കുഞ്ഞൊന്നും അല്ലല്ലോ. കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. കാശ് തരാനുള്ളത് ഞാനല്ലല്ലോ. ഈ പലിശയ്ക്ക് വാങ്ങിച്ചത് എന്തിനാണെന്നോ എന്ത് ചെയ്തെന്നോ എനിക്കറിയില്ല. നിനക്കറിയില്ലെങ്കിൽ വേണ്ടെന്നേ, ചന്ദ്രനെ കൂടെ ഇറക്കിവിട്. അവന്റെ നെഞ്ചാങ്കൂട് കലക്കി കാശ് ഞാൻ വാങ്ങിച്ചോളാം. ഞാൻ പറഞ്ഞില്ലേ, 5-6 മാസമായിട്ട് അങ്ങേരിങ്ങോട്ട് വരാറില്ല. നോക്കാം. ഇവള് പറയുന്നൊന്നും വിശ്വസിക്കണ്ടാ. കേറി നോക്ക്. ദൈവമേ, എന്താ മോളെ ഇത്? ഇവന്റെ കാശ് കൊടുത്ത് തീർത്തില്ലേ ചന്ദ്രൻ? എനിക്കറിയില്ല ദൈവമേ. എല്ലാ മാസവും ഇങ്ങനെ വന്ന് എന്റെ മക്കളുടെ സമാധാനം കെടുത്തുക. എന്റെ കാശ് കിട്ടിയില്ലെങ്കിൽ മനസമാധാനത്തോടെ കിടത്തി ഉറക്കുകയല്ല ഞാൻ. എവിടെ പോകുന്നു? എന്റെ കുട്ടികള് പിള്ളേരെ തൊട്ട വെട്ട് ഞാൻ. നല്ല 1-ാം തരം കൊയ്ത്തരിവാളിന്. ചുമ്മാ ചിലക്കാതെ. നിങ്ങളാരാ ഇവൾക്ക് വക്കാലത്ത് പറയാൻ? ഞാൻ പറയും. ബന്ധവും സ്വന്തവും പറയാൻ ആരും ഇല്ലാത്ത എനിക്ക് സ്വന്തം മോളാ ഇവള്. വീട്ടിൽ കയറി വന്ന അനാവശ്യം കാണിച്ച വെട്ടോന്ന് പറഞ്ഞാ വെട്ടി കീറും ഞാൻ. ഇവിടെ അവനില്ല വാസോട്ടാ. ഞാൻ പറഞ്ഞില്ലേ, അങ്ങേര് ഇവിടെ വരാറില്ല. അച്ഛൻ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ഛനോട് ചോദിച്ചു വാങ്ങിക്കണം. ഞങ്ങൾ ഉപദ്രവിക്കല്ല വേണ്ടത്. എന്റെ പിള്ളേരെ തൊടലെന്ന് പറഞ്ഞില്ലേടാ ഞാൻ. വിടാൻ എന്റെ മക്കളെ. തൊട്ടു പോവരുത് എന്റെ കുഞ്ഞുങ്ങളെ. തൽക്കാലം ഞാൻ പോവാ. ഞാൻ ഇനിയും വരും. കൊടുത്ത കാശ് പലിശ സഹിതം മുതലാക്കിയിട്ടേ വാസു അടങ്ങും.